DRSലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവൻ ദുബെയുടെ പ്രകടനം ഈ കഴിഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഫസ്റ്റ് T20 മത്സരത്തിൽ മികച്ച രീതിയിൽ 60 റൺസാണ്, 40 ബോളിൽ 60 റൺസ് എടുത്ത് വിജയത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് ശിവൻ ദുബെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധോണിയുടെ കീഴിൽ വന്നതിന് ശേഷം ശിവൻ ദുബെ ശരിക്കും മാറിയിട്ടുണ്ടല്ലേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ ആരും ഇവന് ഇത്രയും നല്ലൊരു ശരീരവും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അത്ര നല്ല ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണ്. അപ്പോൾ അതൊക്കെ അവന് മുതലാക്കാം. നല്ല ബോൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു മികച്ച ഒരു മീൻസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള പേസ് ബോൾ ചെയ്യുകയും അതുപോലെ തന്നെ ബാറ്റിംഗ് ചെയ്യുന്ന നല്ലൊരു ഓൾറൗണ്ടർ ആയിട്ട് ഹർദിക് പാണ്ഡ്യ മാത്രമേ ഉള്ളൂ. ഷർദുൽ ഠാക്കൂർ ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം മികച്ചൊരു രീതിയിലുള്ള ബോളിംഗ് കൂടെ രണ്ടും മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60-70% രണ്ട് വരുന്നുണ്ട്. അത്രമാത്രം നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ ശിവൻ ദുബെ കുറച്ചുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ ഇന്ത്യൻ ടീമിൽ തന്നെ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കാനും മികച്ച എല്ലാ ടീമുകൾക്കും ആവശ്യമുള്ള ഒരു താരമായി മാറാനും കഴിവുള്ളൊരു താരമാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡർ ആണെന്നും കൂടെ ഉള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പം വളരെ മികച്ചൊരു എന്താ പറയുക ഡിമാൻഡുള്ളൊരു താരമായിട്ട് മാറാൻ തീർച്ചയായിട്ടും ശിവൻ ദുബെയെ കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയർ തുടക്കം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഏറെക്കുറെ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ MS ധോണിയുടെ കീഴിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൽ വന്ന മാറ്റം ഭയങ്കരമാണ് അല്ലേ. ആ കഴിഞ്ഞ സീസണൊക്കെ ധോണി മീൻസ് ചെന്നൈയിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ സീസൺ എത്ര അപകടകാരിയായിട്ടുള്ള ഒരു ബാറ്ററെ പോലെ മാറിക്കഴിഞ്ഞു ശിവൻ ദുബെ. അതായത് ധോണിയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ഏതാ പറയുന്നത്, ഒരു ജീവനില്ലാത്തൊരു വസ്തു പോലും ജീവൻ വെക്കുമെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഒരു സംഭവമാണ് ധോണിയുടെ കീഴിൽ. നമ്മളത് എപ്പോഴും എല്ലാ സീസണിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ധോണിയുടെ കീഴിൽ വന്നപ്പോഴത്തേനും മികച്ച രീതിയിലുള്ളൊരു ഒരു പെർഫോമറായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു മാച്ച് വിന്നറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും ശിവൻ ദുബെ. ബോളിങ്ങിലും മികച്ച രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ, മികച്ച അഫ്ഗാനിസ്ഥാന്റെ ഒരു വിക്കറ്റ് തന്നെ, അതും അവരുടെ ക്യാപ്റ്റന്റെ വിക്കറ്റ് തന്നെയാണ് ശിവൻ ദുബെ സ്വന്തമാക്കിയത്. മത്സരശേഷം ശിവൻ ദുബെ പറഞ്ഞത് എല്ലാം ധോണി കാരണമാണ്. കാരണം ധോണി പറഞ്ഞാൽ ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ബേസിലാണ് അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹം മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കാണാൻ കഴിയും, എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പം അദ്ദേഹത്തിൻ്റെ ചില ടെക്നിക്കുകളും കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്താൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലാണ് ശിവൻ ദുബെ കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ MS ധോണിയോട് സംസാരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം മഹാനായ താരവും ഇതിഹാസവുമാണ്. ധോണിയിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ധോണിയെ ഏറെ നിരീക്ഷിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് ധോണി പറഞ്ഞു തരാറുണ്ട്. ധോണി തന്ന ചില പൊടിക്കൈകൾ വിജയിച്ചിട്ടുണ്ട്. മികച്ച താരമാണെന്നാണ് ധോണി എന്നെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മികച്ച രീതിയിൽ കളിക്കണമല്ലോ. ബാറ്റിങ്ങിൽ മാത്രമല്ല ബൗളിങ്ങിലും ഞാൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ബൗളിങ്ങിൽ കൂടുതൽ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് അവസരം ലഭിച്ചു എന്നും ദുബെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആദ്യ T20 ശേഷമുള്ള ഷോയിൽ ജിയോ സിനിമയിൽ പറഞ്ഞു. അടുത്തൊരു ചോദ്യം കൂടെ ശിവൻ ദുബെയോട് ചോദിച്ചിട്ടുണ്ട്. T20 ലോകകപ്പിന്റെ സാധ്യത എന്താണെന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി, ലോകകപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ T20 ലോകകപ്പിനായി ഇനിയും ഏറെ സമയമുണ്ട്. അതിലേക്ക് ഘട്ടം ഘട്ടമായി എത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്കായി ഒരു ഇടവേളയ്ക്ക് ശേഷം കളിക്കുന്നതിലും 4ാം നമ്പറിൽ ഇറങ്ങുന്നതും ചെറിയ സമ്മർദ്ദം തന്നിരുന്നു. എന്നാൽ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. ആദ്യ 2-3 പന്തുകൾ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം അക്കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. കൂറ്റൻ സിക്സറുകൾ നേടാനുള്ള കരുത്തുണ്ടെന്ന് എനിക്കറിയാം. അതിനാൽ ഏത് സമയവും റൺസ് കണ്ടെത്താനാവും എന്നും മത്സരശേഷം ശിവൻ ദുബെ വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചറിവ്, ഇത്രയും കാര്യങ്ങളിലൊക്കെ മനസ്സ്, അദ്ദേഹത്തിന് ആ ഒരു അറിവുണ്ട്. അതായത് പറഞ്ഞില്ലേ, മികച്ച സിക്സറുകൾ അടിക്കാനുള്ള ഒരു ആംബിയൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് നിന്നാലും എനിക്ക് ആ റൺസ് എങ്ങനെ കണ്ടെത്തണമെന്ന് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇത്ര നാളും ഇല്ലാത്ത നമുക്ക് അറിയാം. ശിവൻ ദുബെ നേരത്തെ തന്നെ ഇന്ത്യൻ ടീമിൽ ഭാഗമായിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇന്ത്യൻ ടീമിൽ കയറിയിട്ട് ഫ്ലോപ്പായിട്ട് പിന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥാനമേ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇന്ന് ഇത്രയും മെച്ചപ്പെട്ട് വരണമെങ്കിൽ, ഇത്രയും അറിവുകളും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരണമെങ്കിൽ അത് എവിടുന്ന് വരണം? ഒറ്റ ഒരു ഉറവിടമേ ഉള്ളൂ, MS ധോണി എന്ന് പറയുന്നത് ഒറ്റ ഒരു ഉറവിടം. അതെന്തായാലും ആ ഒരു നന്ദിയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ആ ധോണിയുമായിട്ടുള്ളൊരു ആ ഒരു സംഭവം, ആ നന്ദി അദ്ദേഹം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ
IPL മികച്ച പ്രകടനങ്ങൾക്ക് ശേഷവും മാച്ചിന് ശേഷമുള്ള ആ ഒരു സ്പീച്ചിൽ ധോണിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ധോണിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, ധോണിയാണ് എന്നെ ഇതിലോട്ട് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ശരി, തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത്, ഗുരുവിനെ അത്രയും പ്രാധാന്യം നൽകി അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ശിവൻ ദുബെ. എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ഇതിനോടങ്ങ് തെളിയിച്ചു കഴിഞ്ഞു. T20 വേൾഡ് കപ്പ് ഒക്കെ വരാനിരിക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതുപോലൊരു പ്ലെയറിനെ, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണ്, അതുപോലെ ഒരു ഫിനിഷർ ഇതിലോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമ്മുടെ ടിം ഡേവിഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ആചാരഭാവമായിട്ടുള്ളൊരു ആളുണ്ടല്ലോ, നല്ല വലിപ്പവും നല്ല നീളമൊക്കെ ഉള്ള നല്ല പവറൊക്കെ ഉള്ള അങ്ങനെ ഒരാളാണ് ശരിക്കും പറഞ്ഞ ശിവൻ ദുബെ. അത് ലെഫ്റ്റ് ഹാൻഡഡ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഒക്കെ പവർ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞ് തൂക്കി വെളി കളയുന്ന രീതിയിലുള്ള അടിയായിരിക്കും അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളും, അതും ബോളും കൂടെ, പേസ് ബോളിംഗ് കൂടെ ചെയ്യുന്ന ഒരു മീഡിയം പേസ് ആണ്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യുന്ന ഒരാളെ കിട്ടിയത് വളരെ നമുക്ക് ഗുണം ചെയ്യും. എന്തായാലും T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടോ നമുക്ക് കണ്ടറിയാം. IPL പ്രകടനം അതിന് നിർണായകമാകും. എന്തായാലും ഇനിയുള്ള അഫ്ഗാൻ സീരീസിൽ നമുക്ക് ശിവൻ ദുബെയുടെ പ്രകടനങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും അത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.